ചില ആൾക്കാരൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഉസ്താദുമാരുടെ മുമ്പിൽ ഭയങ്കര സംഭവനായിരിക്കും. പക്ഷേ മൂപ്പരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ ഡ്യൂട്ടി ടൈം പാവങ്ങളെ കഷ്ടപ്പെടുത്തും. എത്ര മാസത്തെ സാലറി, ഈ സാലറി ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത്, ഈ പരിപാടിക്കൊന്നും നിൽക്കരുത് കേട്ടോ. ഞാൻ കുറേ ബിസിനസ് നടത്തുന്നുണ്ട്, സ്ഥാപനം നടത്തുന്നുണ്ട് എന്ന ആശയമല്ലല്ലോ നമുക്ക് ഉണ്ടാവേണ്ടത്. എത്ര വരെ ഇസ്ലാം പറയുന്നുണ്ട് നോക്കൂ. ഇദാ അതാ അഹദകും ഖാദിമുഹു ബിത്വാമിഹി, മോനെ നിന്റെ അടുത്തേക്ക് ഓഫീസ് പോയി വല്ല ഫുഡും കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഡ്രൈ ചിക്കനും അൽഫാമും മയോണീസും സോസെല്ലാം കൂടി കുബൂസ് അടക്കം ഒരു ഡെലിവറി ചെറുക്കൻ കൊണ്ടുവന്നു ഫുഡ്, ഫഇല്ലം യുജ്ലിസുഹു മഅഹു, നീ അവനെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തലാണ് ഏറ്റവും ടോപ്പ്. ഇനി അങ്ങനെ ഇല്ലെങ്കിലും ഒരു പിടിയോ 2 പിടിയോ ഫുഡ് അവനക്ക് കൊടുക്കണം. അത് ഇസ്ലാമിൻ്റെ ഒരു മര്യാദയാണ്. ലുക്മത്തൻ ഔ ലുക്മത്തൈൻ, ഒരു പിടിയോ 2 പിടിയോ നീ അയാൾക്ക് കൊടുക്കണം. കാരണം ഈ ഭക്ഷണത്തിൻ്റെ മണം അയാൾക്ക് അടിച്ചിട്ടുണ്ടാവും, ആ പാവത്തിന് അതൊരാഗ്രഹം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡ്രൈ ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കുബൂസ് ചുരുട്ടി, മോനെ ഈ പിടിക്കണം. അത് വേറൊരു സാധ്യതയും കൂടി അവിടെ ഉണ്ട്. എന്ത്? അയാൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഫുഡ് അയാൾക്ക് കൊടുക്കാതെ നമ്മൾ കഴിച്ചാൽ മിക്കവാറും ഒരു വയറുവേദനൻ്റെ സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ 2 കുബൂസ് എക്സ്ട്രാ ഓർഡർ ചെയ്യണം, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാം ഖാദിമീങ്ങളോടും സ്റ്റാഫിനോടൊക്കെ ജോലിക്കാരോടൊക്കെ പെരുമാറാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്ന നോക്കി നിങ്ങൾ. എന്തൊരു വൃത്തിയുള്ള മതമാണ് നമ്മൾ. എന്നിട്ട് ഈ ദീനിൻ്റെ അഹലുകാരായ മുതലാളിമാർ ശമ്പളം കൊടുക്കാതെ എന്തിനാണോ നീ ഗൾഫ് രാഷ്ട്രത്തും നാട്ടിലൊക്കെ ഷോപ്പ് തുടങ്ങുന്നത്? എത്ര പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത്. അതേസമയത്ത് ഇയാൾ പുറത്തറിയപ്പെടുന്നതോ സുന്നത്ത് ജമാഅത്തിന് ഭയങ്കര സംഭാവന നൽകുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടല്. ആഖിറത്തിൽ കുടുങ്ങിപ്പോവും, മരണം മോശമായി പോവും. ഒരാൾ കരയുന്ന സമയത്തും ആ കണ്ണീരിൽ നമ്മളെ പേരുണ്ടാവാൻ പാടില്ല. നമ്മളെ കൊണ്ട് ഒരാൾ കരയേണ്ട ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തത്, നമ്മളെ കൊണ്ട് ആരും വേദനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ടൊരു മുഅ്മിൻ വേദനിച്ചാൽ, മുഅ്മിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാമിലെ നിയമം. മനുഷ്യന്മാരാരെയും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അയാളെ കൊണ്ട് നാട്ടിലുള്ള ഒരാളും വേദനിക്കാൻ പാടില്ല. അത് മതമുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, ഈശ്വരവാദിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ, രാജ്യത്തിന് കേടുവരുന്ന ഒന്നും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അയാൾ യഥാർത്ഥ മുസ്ലിം ആവുക. ഈ ഹദീസ് ഉൾക്കൊണ്ട ഒരാൾ എങ്ങനെയാണ് തീവ്രവാദിയാവുന്നത്, ഭീകരവാദിയാവുന്നത്? ഒരു ഈശ്വരനെ പോലും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ മതമല്ലേ നമ്മളെ മതം? ഈ മാസം റിഫായി ഷേഖിനെ നമ്മൾ ഓർക്കാറില്ലേ? റിഫായി ഷേഖ് റളിയല്ലാഹുവിന്റെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച കണ്ടപ്പോൾ ശിഷ്യൻ വിചാരിച്ചു ചാൻസ് ആണല്ലോ, ഉസ്താദിന്റെ കൈ ബർക്കത്തിന് വേണ്ടി ചുംബിക്കാം. ഓടിപ്പോയി ചുംബിക്കുന്ന സമയത്ത് റിഫായി ഷേഖ്, എല്ലാ മോനെ എന്താടാ ഉസ്താദേ, ഒരു കൊതുക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബ്ലഡ് കുടിക്കുകയായിരുന്നു. ബ്ലഡ് കുടിച്ച് തീരുന്നവരെ അതിനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ കൈ അങ്ങനെ തന്നെ ഞാൻ വെച്ചതാ. അപ്പോഴല്ലേ നീ വന്നിട്ട് കണ്ടോ, ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കാത്ത നേതാക്കളാണ് നമ്മളെ മുൻഗാമികൾ. റിഫായി ഷേഖിന്റെ ഡ്രസ് ഇങ്ങനെ ആറിയിട്ട സമയത്ത് ഈ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച വന്നുറങ്ങി. റിഫായി ഷേഖിനാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയി പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം. മഹാനവറുകൾ ചിന്തിക്കുകയാണ്, ഈ പൂച്ചൻ്റെ ഉറക്ക് ശല്യമാവുമല്ലോ, എന്ത് ചെയ്യും? മെല്ലെ ഈ കുപ്പായത്തിൻ്റെ ഈ ഭാഗത്ത് കത്രികനെ കൊണ്ട് പീസാക്കി ആ കൈൻ്റെ ഭാഗം അവിടെ തന്നെ, ഉറക്ക് ശല്യപ്പെടുത്തണ്ട. ആരുടെ? പൂച്ചയുടെ. എന്നിട്ട് കൈയില്ലാത്ത കുപ്പായമായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നു. നിസ്കാരം കഴിയുമ്പോൾ മൂപ്പര് ഉറക്കത്ത് നിന്നിട്ട് പോയിട്ടുണ്ട്, അതെടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി.
കണ്ടോ? ഈ റിഫായി ഷെയ്ഖ് റൗളയിൽ പോയിട്ട് മുത്തുനബിയെ എനിക്ക് തങ്ങളെ കൈ വേണമല്ലോ മുത്താൻ ചുംബിക്കാൻ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാണ്ടക്കല്? ഈ പച്ച മനുഷ്യൻ എങ്ങനെ കിട്ടാതിരിക്കുക? ജാടയില്ലല്ലോ, അഹങ്കാരമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളുടെയും കുറ്റം പറയരുത്. ബുഖാരി ഇമാം പറഞ്ഞാണ്ടില്ലേ, മഗത്തബത്തു അഹദൻ മുന്തു അലിംതു അന്നൽ ഗീബത്ത് ഹറാം. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഏതായാലും ആഖിറത്തിൽ കുടുങ്ങൂല, ഞാൻ ആരെയും ജീവിതത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല. എന്താ ധൈര്യം നോക്കി! നമ്മുടെ ജീവിതമെല്ലാം എടുക്കട്ടെ, കഴിഞ്ഞ സാറ്റർഡേ മുതൽ ഈ സാറ്റർഡേ വരെ നമ്മൾ എത്ര ആളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. അതും എടുക്കട്ടെ, ജസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ ഒരാളെയും ഞാൻ എൻ്റെ നാവ് കൊണ്ട് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? വയലുകളൊക്കെ കേട്ടിട്ട് കമൻ്റ് അടിച്ചിട്ട് മാഷാ അല്ലാ എന്ന് കമൻ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഒക്കെ ജീവിതത്തിനൊരു മാറ്റം വരണ്ടേ? ആരെയും വേദനിപ്പിക്കരുത്, ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്, എന്നെ കൊണ്ട് ഒരാൾ വിഷമിക്കരുത് എന്ന് ചിന്തിച്ചവരാണ് മഹാന്മാർ. അതുകൊണ്ടാണ് അവർക്ക് ദിക്ർ ചൊല്ലിയിട്ടുള്ള മരണം അല്ലാഹ് കൊടുത്തത്. ഏതെങ്കിലും ഒരാൾ കരയുന്ന കണ്ണീരിൻ്റെ കൂടെ നമ്മുടെ പേരുണ്ടെങ്കിൽ, നമ്മളെ ഭാര്യ നമുക്ക് വേണ്ടി നമ്മളുടെ പൊട്ടത്തരത്തിൽ കരഞ്ഞാൽ തീർന്നില്ല നമ്മളെ കഥ. ഓ ചെറുപ്പക്കാരികളെ, നമ്മുടെ പേരിൽ നമ്മുടെ ഉമ്മ കരയേണ്ടി വന്നാൽ പിന്നെ എങ്ങനെ നമുക്ക് നന്നായിട്ട് മരിക്കാൻ പറ്റുക? ഉമ്മാൻ്റെ അറിവില്ലായ്മ ദുരുപയോഗം ചെയ്തിട്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടുന്ന പുതിയ കാലത്തെ മക്കൾ ഒന്ന് കേട്ടു നോക്കണം. ഉമ്മാൻ്റെ ഉമ്മാമ്മയുടെ ഫോൺ എടുത്തിട്ട് ചെറുക്കൻ്റെ പേര് പെണ്ണിൻ്റെ പേര് തന്നെയാക്കി ഫാത്തിമ എന്ന് പേരും സേവ് ചെയ്താൽ ഉമ്മാക്ക് മനസ്സിലാവില്ലല്ലോ നീ ആരെയാ ഈ ദുനിയാവിൽ പറ്റിച്ചത്? ഉമ്മാന. നീ ആരോടാണ് ഇനി നീതിപൂർവം പെരുമാറുക? നീ ഉമ്മാനെ പറ്റിക്കുവാണെങ്കിൽ നീ എങ്ങനെയാ മരിക്കണ സമയത്ത് ദിക്റില്ല? നീ ഉമ്മാനോട് കളവ് പറയുമെങ്കിൽ ആ നാവ് കൊണ്ട് എങ്ങനെയാ അള്ളാഹുവിൻ്റെ പേര് മരിക്കണ സമയത്ത് ഉച്ചരിക്കുക? മോനെ മോളെ ആലോചിച്ച് നോക്കി. ആരെയും പറ്റിക്കരുത്. ഒരു സ്വഹാബി വേറൊരു സ്വഹാബിയുടെ ചെരുപ്പ് ഒളിപ്പിച്ചു. അപ്പൊ ചെരുപ്പ് കാണാതെ എന്നപ്പോ ആ സ്വഹാബിക്ക് വിഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു, മുഅ്മിനിനെ പറ്റിക്കാൻ പാടില്ല, അത് ഹറാമാണ്, പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. കല്യാണത്തിൻ്റെ അന്ന് ചെറുക്കനെ കൂട്ടിയിട്ട് ചെക്കന്മാര് വണ്ടി എടുത്ത് വിടുക. എന്തേ? ഒന്നാമത്തെ രാത്രി പെണ്ണും ചെക്കനും വേറെ വേറെ സ്ഥലങ്ങളിൽ. എങ്ങനെയാ നമ്മുടെ ഈ മുസ്ലിം ചെറുപ്പക്കാര് എങ്ങനെയാണ് ഈ കൾച്ചർ പഠിച്ചു പോണത്? മോനെ, നീ ഇൻസ്റ്റഗ്രാം കൾച്ചർ നിർത്തൂ, മദീന കൾച്ചറിലേക്ക് വരൂ. തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുക. എന്തിന്? എൻ്റെ കുഞ്ഞുങ്ങൾ ആരോ പിടിച്ചിട്ടുണ്ട് നബിയെ എന്ന പരാതിയായിട്ട് ഉടനെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ആരാ കുഞ്ഞു പക്ഷികളെ പിടിച്ചത്? പാടില്ല. ഉടനെ തന്നെ ശരിപ്പെടുത്തി ഉപദേശിച്ചു, സ്വഹാബത്തിന് തിരുത്തി കൊടുത്തു. ആദ്യ രാത്രി ഏറ്റവും ആസ്വാദകരമായ ഒരു രാത്രിയെ ആ ദമ്പതിമാർക്ക് നിഷേധിച്ചിട്ട് നിനക്കെന്താ ഇപ്പൊ കിട്ടിയത്? നിന്റെ ആഖിബത്ത് മോശാവാൻ അത് കാരണമായാൽ ആ പെണ്ണോ പെണ്ണിന്റെ ഉമ്മയോ ഉപ്പയോ നിന്റെ ഈ അനിഷ്ട സംഭവത്തിൽ നീ കൂട്ടുനിന്ന ഈ വൃത്തികേടിന് കരഞ്ഞാൽ തീർന്നു മോനെ നിന്റെ ദുനിയാവിലെ ജീവിതം. അടിച്ചു, ഹോട്ടലിൽ നിന്ന് ഫുഡ് അടിച്ചു. എന്നിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയറുകാരായ ജൂനിയേഴ്സിനോട് പറയാ, ഫുഡ് അടിച്ചിട്ട് ബില്ലടിച്ചോളണം. നിന്റെ ഫുഡ് ആ വയറ്റിലുള്ള 30 കൊല്ലത്തോളം നിനക്ക് അല്ലാഹുവിനെ ഓർത്ത് നിസ്കരിക്കാൻ കഴിയൂല. ഏറ്റവും ചുരുങ്ങിയത് 30 കൊല്ലത്തേക്ക് നിനക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂലത്രേ. റാഗിങ്ങിന്റെ പുതിയ എപ്പിസോഡുകളാ. ബില്ലടക്കണമെന്ന് പച്ച ഹറാമല്ലേ ആ ചെയ്യണത്? പിടിച്ചു പറിച്ച പണം അല്ലേ നിന്റെ പോക്കറ്റിൽ അഥവാ നിന്റെ വയറ്റിൽ എത്തിയേക്കണത്?
ബില്ലടക്കണം എന്ന്. ആരോടാ പറയണത്? ഇതാണോ കൊച്ചനുജന്മാരായ ജൂനിയേഴ്സിനോട് പെരുമാറേണ്ടത്? അല്ല. ഉമ്മാനെ പറ്റിച്ചിട്ട് ഉപ്പാനെ പറ്റിച്ചിട്ട്, പ്രായമുള്ള ഉപ്പാനെ പറ്റിച്ചിട്ട് ഒപ്പിടിപ്പിക്കുക. എന്തിന്? സ്വത്ത് വസൂലാക്കാൻ. എന്നിട്ട് നീ ആരെ പോറ്റിയിട്ടാ നിന്റെ മക്കൾ നന്നാവെന്ന് വിചാരിക്കണത്? വക്കാന അബൂഹുമാ സ്വാലിഹ. ഉപ്പിയുമ്മയും നന്നാവാത്ത കാലത്തോളം എങ്ങനെയാ കുട്ടികൾ നന്നാവുക? മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. അവർ കൊടുത്തിട്ടില്ല. ആ നാട്ടുകാരിൽപ്പെട്ട ഒരു വീട് മതിൽ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. ആ മതിൽ ഖദർ അലൈഹിസ്സലാം ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാ നിങ്ങളത് ശരിയാക്കണത്? വക്കാന അബൂഹുമാ സ്വാലിഹ. ഇത് 2 യതീമക്കളുടെ വീടാണ്. ആ വീടിൻ്റെ മതിൽ നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാം. കാരണം അവരുടെ ഉമ്മ ഭാഗത്തുള്ള ഏഴാമത്തെ ഉപ്പാപ്പയും ഉമ്മാമയും സ്വാലിഹീങ്ങളാണ്. അതിൻ്റെ ബർക്കത്ത് ഈ കുട്ടികൾക്കുണ്ട്. യെസ്, ഉപ്പാപ്പയും ഉമ്മാമയും ഏഴാമത്തത്. ഉപ്പാൻ്റെ എന്ന് പറഞ്ഞിട്ട് 7ലേക്ക് എത്തുന്ന അവർ സ്വാലിഹീങ്ങളായാൽ തന്നെ അടുത്ത 7ാമത്തെ തലമുറ നന്നാവുമെങ്കിൽ സ്വന്തം ഉപ്പിയുമ്മയും വൃത്തികേടിലൂടെ പണം വസൂലാക്കിയവരോ ഹറാമിലൂടെ സമ്പാദിച്ചവരോ ആണെങ്കിൽ എങ്ങനെ ശരിയാവുക നമ്മളെ മക്കള്? കമാ തദീനു തുദാനൂന. നീ എങ്ങനെയാണോ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും പെരുമാറിയത് അതുപോലെയായിരിക്കും നിന്റെ മക്കൾ നിന്നോട് പെരുമാറുക. ചുരുക്കത്തിൽ ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഖാദിമായ ആൾക്ക് എത്ര തവണയാണ് ഞാൻ പുറത്തു കൊടുക്കേണ്ടത്? മിസ്റ്റേക്കുകൾ വന്നാൽ ഖാദിമീങ്ങൾക്ക് ഞാൻ എത്ര തവണയാണ് പുറത്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. എത്ര തവണ പുറത്തു കൊടുക്കണം? ഒരാൾ വന്നു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി തങ്ങളുടെ ഹളറത്തിലേക്ക്. ഫഖാൽ, അവരുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഓ നബിയായവരെ, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ വീട്ടിലുള്ള ജോലിക്കാർക്ക് എത്ര തവണ നമ്മൾ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഡ്രസ്സ് ഇസ്തിരി ഇടുന്ന സമയത്ത് നമ്മുടെ ഷർട്ട് കത്തിപ്പോയി, വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടിപ്പോയി, മോട്ടർ ഓൺ ചെയ്തിട്ട് ഓഫാക്കാൻ വിട്ടുപോയി. എത്ര അബദ്ധ ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് വരുന്നത്! അവർക്ക് ഞാൻ എത്രയാ മാപ്പ് കൊടുക്കേണ്ടത് നബിയെ? ഫസ്വമത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ ചോദ്യത്തിന് മൗനിയായി, മിണ്ടിയില്ല, ഉത്തരം പറഞ്ഞില്ല. സുമ്മാദ അലൈഹി, പിന്നെയും ചോദ്യകർത്താവ് ചോദിച്ചു, നബിയെ, ഞാൻ എത്ര തവണയാ മാപ്പ് കൊടുക്കേണ്ടത്? അബദ്ധങ്ങൾ നമ്മുടെ ജോലിക്കാരുടെ ഭാഗത്തുനിന്ന് വന്നാൽ എത്ര തവണ മാപ്പ് കൊടുക്കണം? ഫസ്വമത, പിന്നെയും തങ്ങൾ മിണ്ടിയില്ല. ഫലമ്മാ കാന ഫിസ്സാലിസ, മൂന്നാമതും ചോദിച്ചപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ. എല്ലാ ദിവസവും 70 തവണ മാപ്പ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ 70 തവണ മാപ്പ് കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കണ്ടങ്ങൾ ഒരു മുതലാളി, ശരിക്കും ഇത് ആരെക്കുറിച്ചാണ് പറയണതെന്ന് വെച്ചാൽ ഖാദിമിനെ കുറിച്ചാണ് പറയണത്. ഖാദിമിന് മാപ്പ് കൊടുക്കണമെന്ന്. ആ ഖാദിമായ മനുഷ്യന് ഒരു ദിവസം 70 അബദ്ധങ്ങൾ വന്നാൽ 70 തവണ നീ ഡെയിലി, ഇന്നലെ 70 പൊട്ടത്തരം സംഭവിച്ചു, 70 തൊട്ട് മാപ്പ് കൊടുത്തു. ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല, നനന്റെ മുണ്ട് കട്ടിന്റെ മേലെ ഇട്ടു, മാർക്കർ കൊണ്ട് ചുമരിന് വരച്ചു പോയി. നമ്മളെ പ്രഷർ ഇളകൂലേ?
അല്ലേ? മാപ്പ് കൊടുക്കുക. മാപ്പാണ് നമ്മുടെ എല്ലാം വേണ്ടത്. നീ ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുമ്പോഴാണ് നിനക്ക് അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിക്കുക എന്ന ആശയം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ വീട്ടിലൊരു സ്ത്രീയെ ജോലിക്ക് വിളിച്ചു. ജോലിക്ക് വിളിക്കുന്നവരെയും ഡ്രൈവർമാരെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട നിബന്ധനകളാണ് ഈ കിതാബിലും പറയുന്നത്. നമ്മളെ മക്കളോട് കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ളവരാണ് നമ്മുടെ ഹൗസ് ഡ്രൈവർ, വീട്ടുജോലിക്കാർ. അവരുടെ അഖീദ ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വല്ല യുക്തിവാദമോ ബിദ്അത്തിന്റെ ചിന്തകളോ ഉള്ള ആളാണ് നീ വീട്ടിൽ ജോലിക്ക് വിളിച്ചതെങ്കിൽ അതുവഴി നിന്റെ മക്കൾ കൂടി കേടുവരും എന്ന് ഈ കിതാബ് തെളിവുകൾ വെച്ച് സമർത്ഥിക്കുന്നുണ്ട്. ഹറാമും ഹലാലും വേർതിരിവില്ലാത്ത ലൈഫും സൂക്ഷ്മതയില്ലാത്ത കൾച്ചറുമാണ് അവർക്കുള്ളതെങ്കിൽ നിന്റെ വീട് ഹറാമിൻ്റെ കേളീരംഗമായി മാറ്റിയിട്ടായിരിക്കും അവർ പോകുക. അതും ശ്രദ്ധിക്കണം. കണ്ടവരെ മുഴുവനും വീട്ടുജോലിക്ക് വിളിക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഖിദ്മത്തെടുത്തു കൊടുക്കാൻ നാണക്കടോ മടിയോ കാണിക്കരുതെന്ന് റൂഹുൽ ബയാനിൽ ഇമാം ഇസ്മായിലുൽ ഹഖീർ റഹ്മഹുല്ലാ എഴുതി വെക്കുന്നുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലുമൊക്കെ ഖിദ്മത്തെടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അത് വേറൊരു ഹോം നേഴ്സിനെയോ ഒരു സിസ്റ്ററെയോ അസൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതാ നമുക്കുണ്ടാവേണ്ടത്. സ്വന്തം ഉസ്താദിനും വീട്ടിൽ വന്ന അതിഥിക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഖിദ്മത്തെടുക്കൽ നാണക്കേടല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ബക്കറ്റ് വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സംഭാവനകൾ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വന്തം ഉസ്താദിന്, വീട്ടിൽ വരുന്ന അതിഥികൾക്ക്, അതുപോലെ മാതാപിതാക്കൾ, ഇവർക്ക് നമ്മൾ തന്നെ ഖിദ്മത്ത് എടുത്തു കൊടുക്കാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. ചിലപ്പോൾ നമ്മൾ കുറേ ആൾക്കാരൊക്കെ കാറ്ററിങ്ങിനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മളെ മകളെ കല്യാണത്തിന്. പക്ഷെ ഉസ്താദ് വന്നാൽ കാറ്ററിങ്ങിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളുടെ ഒരു ഇടപെടൽ കൂടി അവിടെ ഉണ്ടാവും. അതങ്ങനെ ഞാൻ വിഷയത്തൊന്നും മാറല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ജോലിക്ക് വന്നു, അല്ലെങ്കിൽ നമ്മളുടെ വണ്ടിക്ക് ഡ്രൈവറായിട്ട് ഒരാളെ നമ്മൾ നിശ്ചയിച്ചു എങ്കിൽ ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങളുടെ ഖാദിമീങ്ങളെ നിങ്ങളുടെ സഹോദരന്മാരായിട്ട് കാണണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന് ഇമാം ഇബ്നു മാജയുടെ റിപ്പോർട്ട്. നീ ആരെ കൊണ്ട് പണിയെടുപ്പിച്ചാലും അവരുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അതിന്റെ സാലറി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തിനാ ഈ സ്ഥാപനമൊക്കെ നമ്മൾ നടത്തുന്നത്? ആ പാവങ്ങൾക്കും കുടുംബമില്ലേ, അവർക്ക് വേണ്ടത് കൊടുക്കണം. ഈ ഹദീസ് ആകെ നമ്മൾ ഉപയോഗിക്കൽ മെയ് 1 തൊഴിലാളി ദിനത്തിന് സ്റ്റാറ്റസ് വെക്കാനാ. ആ വെക്കുന്ന ആളും സാലറി മര്യാദക്ക് കൊടുക്കൂല. ഇനി സാലറി കൊടുത്താൽ തന്നെ ഇയാളുടെ ഔദാര്യം പോലെ ആയിട്ടാണ് കൊടുക്കല്. ചിലര് ഭയങ്കര ഔദാര്യം പോലെ സാലറി കൊടുക്കുമ്പോ അയാളുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് നീ സാലറി കൊടുത്തിരിക്കണം. ഖാലല്ലാഹു തആല, അല്ലാഹ് പറയാണ്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 വിഭാഗത്തോട് ഞാൻ നേരിട്ട് തർക്കിക്കും. എൻ്റെ എതിരാളികളായിരിക്കും അവർ. അതിലൊരാൾ ആരാന്നറിയാം? കേട്ടോ മുതലാളിമാര്, കേട്ടോ. വറജുലുൻ ഇസ്തഅജറ അജീറൻ, ഒരാളെ സ്റ്റാഫായിട്ട് ഷോപ്പിൽ നിർത്തി, സ്ഥാപനത്തിൽ ജോലിക്ക് വിളിച്ചു. ഫസ്തൗഫാ മിൻഹു, അയാൾക്ക് കഴിവിന്റെ പരമാവധി അയാൾ ജോലി ചെയ്തു. വലം യുഅ്തിഹി അജ്റഹു,
അയാളുടെ ശമ്പളം അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അയാളോട് ഞാൻ ആഖിറത്തിൽ എതിരാളിയായിരിക്കുമെന്ന് അല്ലാഹ് പറയുന്നത് ഖുദ്സിയായ ഹദീസിൽ കാണാം. സഹീഹുൽ ബുഖാരിയിൽ നമുക്കത് കാണാൻ പറ്റും. കണ്ടോ? അത് നമ്മുടെ ആഖിബത്തിനെയാണ് ബാധിക്കുക. ഓവർ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ നോക്കിയേ, എത്ര മുതലാളിമാരാ ഇവിടുന്ന് അവർ പറയലെന്താന്ന് വെച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ പിള്ളേരെ തന്നെ കിട്ടണമെന്ന്. 2 അപകടങ്ങൾ അവിടെ സംഭവിക്കില്ല. ഒന്ന്, മര്യാദയ്ക്ക് സാലറി കൊടുക്കൂല, ഓവർ ഡ്യൂട്ടി. രണ്ടാമത്തത്, അവൻ അവിടെ RSCക്ക് പ്രവർത്തിക്കാൻ വിടുകയും ചെയ്യില്ല. അങ്ങനെ കുറെ ആൾക്കാരെ കാണും. അവനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യും. അവര് പുറത്ത് ഭയങ്കര സംഭവമായിരിക്കും. എയർപോർട്ടിൽ ഉസ്താദിന് ബൊക്ക കൊടുക്കാനൊക്കെ മുന്നിലുണ്ടാവും ചെയ്യും. അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? നമ്മുടെ സ്റ്റാഫുകളോട് നമ്മൾ നീതിപൂർവം പെരുമാറണം. നോക്കൂ നിങ്ങൾ, നിന്റെ ജോലിക്കാരന് നീ ഒരു ജോലി ഭാരം കുറച്ചു കൊടുത്താൽ കാനലക അജ്റൻ ഫീ മവാസിനിക, ആഖിറത്തിൽ നിന്റെ നന്മയിൽ അത് വലിയ ഭാരമുള്ള അമലായിരിക്കും. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. കണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ആശയം, ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മളെ കൊണ്ട് വേറൊരാൾ വേദനിക്കുക എന്നുള്ളതാണ്. 2 പലിശയുടെ ഇടപാടുണ്ടാവലാണ്. പലിശയുമായി ബന്ധം ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാനില്ലാത്ത മരണമായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പലിശയിലൂടെയുള്ള 1 ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പാണെന്നല്ലേ ഹദീസ്. പലിശയൊക്കെ വളരെ ലാഘവമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ പലിശയുടെ പണം ബസ് സ്റ്റോപ്പ് എടുക്കാൻ പറ്റുമോ, ബസ് ഷെൽട്ടർ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പം ചോദ്യവും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഉസ്താദേ വീട്ടിൽ ഇൻ്റർലോക്കൽ ഇടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കൊല്ലം കഴിഞ്ഞാൽ വീട്ടിലെ കക്കൂസല്ല, അതാ അതിന് പറ്റിയ കുറേ ആൾക്കാരും ഉണ്ടാവും. അങ്ങനത്തെ കീലൻ്റെ മെയിൻ മാസ്റ്റർ പീസ് ടീമും ഉണ്ടാവും. അവർക്ക് കാലുണ്ടാവില്ല, ഫുൾ കീലായിരിക്കും. ആരെ വിളിച്ചിട്ട് മസാല കിട്ടിയില്ലെങ്കിൽ മൂപ്പറ വിളിച്ച് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് തഖ്വ കൂട്ടിക്കൊടുക്കുന്നല്ലാണ്ട് കുറച്ചു കൊടുക്കരുത്. നമ്മളെ ഭാര്യ നമ്മളെ കല്യാണം കഴിച്ചതുകൊണ്ട് നിലവിൽ അവളുടെ തഹജ്ജുദും ദലായിൽ ഖൈറത്തും മുടക്കാനല്ല ഭർത്താവ് കാരണമാവേണ്ടത്. പിന്നെ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കല ഏറ്റവും വലിയ കാര്യം, ഔറാദല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവളുടെ ഔറാദൊക്കെ അവളുടെ ഔറാദായിട്ട് തന്നെ ഉഷാറായിട്ട് പോകണം. അതിനാണ് ഭർത്താവാവേണ്ടത്. റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മദീനയിൽ നിന്ന് ദ്വാരുന്നില്ലേ തങ്ങൾ. ആരാണ് ഭർത്താവ്? ആ ഭർത്താവ് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു, എന്നിട്ട് ഭാര്യയെ തഹജ്ജുദിന് വേണ്ടി വിളിച്ചുണർത്തുന്നു. കണ്ടോ? ഇബാദത്തിന് സഹായിക്കല്ലേ വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാര്. അതല്ലേ ശരിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾക്ക് ചെറിയൊരു കറാഹത്തിനെ വലിയ ഹറാമാണെന്ന് തോന്നിപ്പിച്ചിട്ട് ആ കറാഹത്തിനോടുള്ള ഗൗരവം കൂടി ബോധ്യപ്പെടുത്തേ വേണ്ടത്. ഷഹറാനി ഇമാമിൻ്റെ അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖിയാറിൽ കാണാം, ഒരു ചെറിയ തെറ്റിനെ നമ്മുടെ കൂട്ടുകാർക്ക് കഷുർബിൽ ഹംറി വസിന, വ്യഭിചാരം പോലെ കള്ളുകൂടി പോലെ വലിയ ഗൗരവാക്കിയേ വേണ്ടത്. അല്ലാണ്ട് ഒന്നും പ്രശ്നമില്ല, കൗലുണ്ട്, അങ്ങനല്ല. അതാണോ? നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്ക് അയാൾക്ക് നിലവിലുള്ള ഈമാനേക്കാൾ ഈമാൻ കൂട്ടിക്കൊടുക്കേ വേണ്ടത്. അപ്പൊ പലിശ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്തത്
തിരിച്ച് കിട്ടേണ്ട ഡേറ്റ് ആയിട്ടും കിട്ടാത്തപ്പോൾ അവിടത്തേക്ക് പോയി. ആ വീട്ടിൻ്റെ മുറ്റത്ത് വെയിൽ കൊണ്ടിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ആ വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ കടം വാങ്ങിയത് തിരിച്ചു തരാം, നിങ്ങളെന്തിനാ ഈ വെയിൽ കൊണ്ടിട്ട് നിൽക്കണത്? വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും കൊണ്ടൂടെ? വേണ്ടാന്ന്. അതെന്തേ? ഞാൻ നിങ്ങൾക്ക് തന്ന 10,000 അങ്ങനെ തന്നെ 10,000 തിരിച്ചു തരുമല്ലോ, അത് മതി. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് തന്ന 10,000 തിരിച്ചു തരുമ്പോൾ 10,000 പ്ലസ് നിങ്ങളെ വീടിൻ്റെ തണൽ കൂടി അനുഭവിക്കുമ്പോൾ കടം തന്നിട്ട് ലാഭം വാങ്ങുന്ന പരിപാടി പലിശയാണല്ലോ, എനിക്ക് പേടിയാവുന്നു. പണിക്കൂലിയില്ലാതെ സ്വർണം, ഇപ്പോൾ ഉള്ള വിലക്ക് ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞ് പല ബിസിനസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഓരോ ബിസിനസ്സിലും ഇടപെടുമ്പോൾ അതിൻ്റെ മതത്തിൻ്റെ ആശയം വശവും എന്ത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഏത് തട്ടിപ്പ് ബിസിനസ് നടത്തുമ്പോഴും ആദ്യം ഒരു മൗലാർ അതിൽ ചാക്കിലാക്കാനാണ് അതത് കാലത്തെ ഉഡായിപ്പ് ടീം വിചാരിക്കുക. കാരണം ആ ഉസ്താദെല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് തെളിവായിട്ട് പറഞ്ഞു തരിക. നമ്മൾ ഫിഖ് നന്നായി പഠിച്ച ഉസ്താദുമാരോട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവാളന്മാരോട് ചോദിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും നമ്മൾ ഇടപെടരുത്. ഇനി ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മസാലകളൊക്കെ പഠിച്ചിട്ട് മാത്രം ചെയ്യണം. പഴയ സ്വർണം ജ്വല്ലറിയിൽ കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസാലകളുണ്ട്. മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും അത് ശ്രദ്ധിക്കാറില്ല. പഴയ സ്വർണവും പുതിയ സ്വർണവും കൈമാറുമ്പോൾ പകരത്തിനാവുമ്പോൾ തുല്യമാവൽ നിർബന്ധമാണ്. മിക്കവാറും അത് തുല്യാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? പഴയ സ്വർണ്ണം അവിടെ വെച്ചിട്ട് പുതിയ സ്വർണം ആ നേരത്തെ കൊടുത്ത സ്വർണത്തിൻ്റെ പൈസ അവിടെ വെച്ചേക്ക്, ആ പൈസക്ക് പകരം പിന്നെ കുറച്ച് പൈസയും കൂടി തരാം പുതിയ സ്വർണം. പലിശയാവും മോനെ, പലിശയാവും. ആ പൈസ നീ പഴയ സ്വർണം വിറ്റിട്ട് പൈസ ജ്വല്ലറിക്കാരൻ്റെ കയ്യിലല്ല വെക്കണ്ട്, അത് നീ വാങ്ങണം. എന്നിട്ട് ആ പൈസനെ കൊണ്ട് നീ പുതിയ സ്വർണം വാങ്ങണം. ഉമ്മമാരെ അല്ല ശ്രദ്ധിക്കണം, ഉപ്പമാരെ അതിനേക്കാൾ ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധ വേണം. പലിശയില്ലാത്ത ജീവിതമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ദിർഹം പലിശയിലൂടെ ഉള്ളത് 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയണല്ലോ. പലിശയിലൂടെ നമ്മൾ പണം സമ്പാദിച്ചാൽ പിന്നെ നമ്മളെ ദുആഇന് ഉത്തരം കിട്ടൂല എന്നാ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുണ്ടല്ലോ, നബിയെ ദുആഇന് ഉത്തരം കിട്ടുന്ന ആളായിട്ട് എന്നെ തങ്ങളൊന്ന് ദ്വാരന്ന് മാറ്റി തരാവോ എന്ന് പറഞ്ഞാൽ, ഞാൻ ദ്വാരക്കും വല്ല ഉത്തരം കിട്ടണം എനിക്ക്, അതിനെന്താ വഴിയെന്ന്. അതിന് തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത്വിബ് മത്വാമക്ക തക്കുൻ മുസ്തജാബ ദഅവാന്നാണ്. മോനെ സഅദ്, മോന് കഴിക്കുന്ന ഫുഡ് ഹലാലാവണം എങ്കിൽ മോൻ ദ്വാരുന്നതിന് ഉത്തരം കിട്ടുമെന്ന്. നമ്മൾ ഹറാമായ സമ്പാദ്യമാണെങ്കിൽ മത്വഅമുഹു ഹറാം, ഫുഡ് ഹറാമാണെങ്കിൽ ഫഅന്ന യുസ്തജാബു, എങ്ങനെയാ ദുആഇന് ഉത്തരം കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമുക്ക് ഓർമ്മ വേണം. പലിശ ഇടപാടുണ്ടാവരുത്, ഹറാമായ സമ്പാദ്യം നമുക്കുണ്ടാവരുത്. ബുഖാരി ഇമാമിന്റെ ഉപ്പായുടെ പേര് ഇസ്മായിൽ എന്നാണ്. ആ ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താവുമ്പോ പരിസരത്തുള്ളവരോട് പറയുന്നുണ്ട്, എൻ്റെ മകന് വേണ്ടി ഞാൻ അനന്തരമായി വെച്ചിരിക്കുന്ന ഈ സ്വത്തുണ്ടല്ലോ, ധാരാളം സ്വത്തുണ്ട്, ഈ സ്വത്തിൽ ഒരു ദിർഹമോ ഒരര ദിർഹമോ ഹറാമ് പോയിട്ട് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള ശുബ്ഹത്ത് വരെ ഇല്ല. ആ പ്യുവർ ഹലാലായ പണം കൊണ്ട് ബുഖാരി ഇമാമ് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു. അങ്ങനെ ശേഖരിച്ച ഹദീസുകളാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ. 10 ഗുണം 10 ഗുണം കണ്ടകള്. അപ്പൊ 6 മണിക്കാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ 6:20 പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസിന്റെ സാലറിയിൽ ഹലാലല്ലാത്തത് വന്നു പോകുമോ എന്ന പേടി വേണം. ആദ്യത്തെ പ്രശ്നം ഇബ്നു ഹജർ തങ്ങൾ പറയണത്, നിന്റെ മക്കൾ കേടുവരും എന്ന പേടിയിലെങ്കിലും നീ ഹറാമ് വാങ്ങുന്നത് നിർത്തണം. അർഹതയില്ലാത്തൊരു പണവും നമ്മൾ വാങ്ങരുത്. ഞാനിപ്പോൾ അലോപ്പതി പഠിച്ച ആളല്ല. ഞാൻ അലോപ്പതി ചികിത്സ നടത്തി, 2-3 ആൾക്ക് ആ ചികിത്സ നടത്തിയപ്പോൾ ആ രോഗം മാറി.
അപ്പോൾ അവർ എനിക്ക് തരുന്ന ഫീസ് വാങ്ങാൻ പറ്റുമോ എന്ന് ഫിഖഹിൽ ചർച്ചയുണ്ട്. പാടില്ല. കാരണം എനിക്ക് അർഹതയില്ലാത്തത് അഭിനയിച്ചിട്ട് വാങ്ങുന്നതാണ്. ആത്മീയ ഭാഷയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയണത്. നന്നായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ എന്ന് കരുതിയിട്ട് ഒരാൾ നമുക്ക് 500 രൂപ തന്നാൽ ആ 500 വാങ്ങുമ്പോൾ നീ ആലോചിക്കണം മോനെ, ഇവരൊക്കെ നമ്മൾ നല്ലവരാന്ന് വിചാരിച്ചിട്ട് തരുന്നതാണ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതൊരു സൂഫി ഭാഷയാവാം. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത് പ്യുവർ ഹലാലായിരിക്കണം. ഒരാളെയും പറ്റിച്ചിട്ട് കളവ് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവരുത്. നല്ല പഠനത്തിന് യൂസുഫ് നബഹാനി തങ്ങളുടെ ദലീലു തുജാർ എന്ന കിതാബ് നോക്കിയാൽ മതി.